ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഡോണ്ട് ടച്ച് മൈ ഗ്യാങ്ങിന്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. അവരെല്ലാവരും ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നെക്സ്റ്റ് ഡേ സ്കൂൾ ക്യാൻറ്റീനിൽ വെച്ചിട്ട് എങ്ങനെ വിവിന ഇവരുടെ ഗ്യാങ്ങിലേക്ക് കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നാലും കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും നമുക്ക് വിവീനെ നമ്മുടെ ഗ്യാങ്ങിലേക്ക് കൊണ്ടുവരണം, എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും ആ ഫൈറ്റ് ഒക്കെ പഠിച്ചെടുക്കണം, എന്നാലേ ഇവിടെ നിലനിന്ന് പോവാൻ പറ്റുള്ളൂ എന്ന് ഓമി ഇങ്ങനെ പറയും. പക്ഷെ കിയോക്ക് ഇതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. എന്തിനാ വെറുതെ ആ പെണ്ണിന്റെ പുറകെ പോകുന്നത്? നമുക്ക് തന്നെ നോർമലി ഇവിടെ അങ്ങ് ഭരിച്ചുകൊണ്ട് അങ്ങോട്ട് പോയാൽ പോരെ. ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ ഒരു നിലയും വിലയൊക്കെ ഉണ്ട്. അതുമല്ലാണ്ട് നമുക്ക് അങ്ങോട്ട് ഒരു ബിൽഡപ്പ് കൊടുത്തു പോവാ. നിങ്ങൾക്ക് അതിൽ വലിയ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ പ്രൂവ് ചെയ്ത് തരാന്നും പറഞ്ഞിട്ട് കിയോ ചാടി കഴിഞ്ഞേക്കും. അങ്ങനെ ചുറ്റും ഒന്ന് നോക്കി, അപ്പൊ അവിടെ ഒരു പയ്യൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഫോൺ ചെയ്യുന്നത് കാണും. അങ്ങനെ തന്നെ ആ പയ്യന്റെ നേർക്ക് കിയോന്റെ ഷൂ എടുത്തെറിയും. ആ പയ്യനും ഏറുകൊണ്ട് ചാടി കഴിഞ്ഞേൽക്കും. ആരടാ ഇതെന്റെ തലയിൽ എറിഞ്ഞെന്നും പറഞ്ഞിട്ട് നമ്മുടെ ടീമിന്റെ നേരെ നോക്കും. ഇവർക്ക് 4 പേർക്ക് നന്നായിട്ട് പേടിയാവുന്നുണ്ട്. എന്നാലും കിയോ കുറച്ച് ബിൽഡപ്പ് ഇട്ട്, എന്താടാ നിനക്ക് പ്രോബ്ലം, ഞാനാണ് എറിഞ്ഞെന്ന് പറയും. അപ്പൊ തന്നെ അയാള് ഭയങ്കര ടെററായിട്ട് ഇവരുടെ അടുത്തേക്ക് വരും. ഇവരുടെ അടുത്ത് എത്തിയ ഉടനെ തന്നെ പുള്ളിക്കാരന്റെ ടെറർ ഫേസ് ഒക്കെ മാറും. ഓ സാർ, നിങ്ങളാണ് എറിഞ്ഞത്. നിങ്ങൾക്കിനി അങ്ങനെ ആരെങ്കിലും തലയിലേക്ക് ഷോക്ക് എടുത്ത് എറിയണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാനിവിടെ നിന്നോളാന്ന് പറഞ്ഞിട്ട് കിയോന്റെ കാലിലേക്ക് ആ ഷൂ എടുത്തിട്ട് കൊടുക്കും. കണ്ട ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ, നേരിട്ട് കണ്ടപ്പോ വിശ്വസിച്ചില്ലേ? നമ്മൾ ഇങ്ങനെ തന്നെ ഒരു ബിൽഡപ്പ് ഒക്കെ ഇട്ട് അങ്ങോട്ട് പോയാൽ മതി, എല്ലാവരും നമ്മളെ നോക്കി ഭയപ്പെട്ട് നിന്നോളൂ എന്ന് പറയും. എന്നാലും ഓമിനെന്തോ ഇതൊന്നും ശരിയായിട്ട് വരുമെന്ന് തോന്നുന്നില്ല. ഇതൊന്നും ശരിയാവില്ലടാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ 2 പെൺകുട്ടികള് ക്യാൻറ്റീനിലേക്ക് പോകുന്നത് നമ്മുടെ കിയോ കാണും. നോക്കടാ 2 ഗേൾസ് ക്യാൻറ്റീനിലേക്ക് പോയിട്ടുണ്ട്. എന്റെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ടുള്ള ടൈമായി എന്ന് തോന്നുന്നു. അവരെ പുറകെ പോയിട്ട് എന്റെ കലാവിരുദ്ധം എന്റെ കഴിവൊക്കെ ഒന്ന് അവർക്ക് മുമ്പിലൊന്ന് പ്രദർശിപ്പിച്ചിട്ട് വരാന്നും പറഞ്ഞ് പുറകെ തന്നെ കിയോയും വെച്ച് പിടിക്കും. അവരെന്തോ ജ്യൂസോ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കിയോ ഇവരുടെ ഇടയിലേക്ക് ചെന്ന് നിന്ന്, ഹായ് ഗേൾസ്, നമുക്ക് 3 പേർക്കും കൂടി പോയി ഒരു ഗുവ ജ്യൂസ് കുടിച്ചാലോ? എന്റെ ലിപ്സ് ഇത്രയ്ക്കും സോഫ്റ്റ് ആവാൻ കാരണം ഗുവ ജ്യൂസ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഓരോ പ്ലേയിങ് ഗീസ് ഒക്കെ കൊടുത്ത് നിൽക്കും. അവരാണെങ്കിൽ ആ കിയോനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്ത് പറ്റി ഗേൾസ്, നിങ്ങൾക്ക് എന്താണ്, ഗുവ ജ്യൂസ് ഇഷ്ടമല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 പേർക്കും കൂടി മിൽക്ക് ടീ കുടിക്കാം. എന്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വെച്ച് ഞങ്ങളുടെ പുതിയ ഗ്യാങ്ങിലേക്കും കയറി പറ്റാം. നിങ്ങൾക്ക് അറിയാമോ, ഞങ്ങളാണ് ആ ബുഷിറ്റിനെ അടിച്ച് തോൽപ്പിച്ചത്. വല്ലതും നിങ്ങൾ അറിഞ്ഞായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങളെ നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നെന്നും പറഞ്ഞിട്ട് ആ 2 ഗേൾസ് നീങ്ങും. ആ ടൈമിന് ആ ഗ്യാങ് ലീഡറിന്റെ ടീമിലുള്ള 2 പേര് വന്ന് നമ്മുടെ കിയോന വളഞ്ഞു നിൽക്കും. അതേ ടൈം 3 കൂടി പുറത്ത് നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും വിവീന നമ്മുടെ ഗ്യാങ്ങിലേക്ക് കൊണ്ടുവരണം, അല്ലാണ്ട് ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ടൈമിന് കിയോന അകത്തിട്ട് 2 പേരും കൂടി തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ജനലിന്റെ അരികത്തേക്ക് വന്ന് ഇവരെ വിളിക്കാനൊക്കെ കിയോ നോക്കുന്നുണ്ട്. പക്ഷേ കിയോന്റെ സൗണ്ട് ആണെങ്കിലും പുറത്തേക്ക് എത്തുന്നില്ല. ഇവരിതൊന്നും അറിയാണ്ട് അവിടെ ഭയങ്കര ഡിസ്കഷനിലാണ്. കുറച്ചു നേരം കഴിയുമ്പോ ഓമും, അല്ല കിയോ എവിടെ, അകത്തേക്ക് പോയിട്ട് കുറെ നേരമായല്ലോ, ഇതുവരേക്കും പുറത്തേക്ക് കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കും. ആ ടൈമിന് കിയോ തല്ലൊക്കെ കൊണ്ട് ഇവരുടെ അടുത്തേക്ക് വന്ന് നിൽക്കാണ്. അല്ല കിയോ, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കും. ഞാനേ പുതിയൊരു ലെസൺ പഠിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയേക്കുമായിരുന്നു. ഇത് ഇത്തിരി കടുപ്പമായിരിക്കുമെന്ന് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. എന്നാലും ഞാൻ ഓക്കെ ആണെന്നും പറഞ്ഞിട്ട് കിയോ അവിടെ ബോധം കെട്ട് വീഴും. അയ്യോ, കിയോന് എന്തോ പറ്റിയെന്നും പറഞ്ഞിട്ട് മോയും കിയോന്റെ അടുത്തേക്ക് ചെന്നിരിക്കും. ഇത് കണ്ടു ഓമും, ബോയ്, ഞാൻ അതാ പറഞ്ഞത്, നമുക്ക് വിവീന എങ്ങനെയെങ്കിലും നമ്മുടെ ഗ്യാങ്ങിലേക്ക് കൊണ്ടുവരണം, അവളുടെ കാല് പിടിച്ചാണെങ്കിലും നമ്മുടെ ഗ്യാങ്ങിലേക്ക് കൊണ്ടുവരണോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ സീൻ കട്ട് ചെയ്താല് ക്ലാസ് കഴിഞ്ഞ് പോകുന്ന വിവീനെ ഫോളോ ചെയ്ത് നമ്മുടെ ടീംസ് 4 കൂടി പോവാണ്. വിവിയുടെ കാലിൽ കെട്ടി വീണിട്ടാണെങ്കിലും നമ്മുടെ ഗ്യാങ്ങിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരണോന്നും പറഞ്ഞ് 4 കൂടി ഫോളോ ചെയ്ത് പോകും. ആ ടൈമിന് വിവിയുടെ ഫ്രണ്ടിലേക്ക് 2-3 പയ്യന്മാര് ചെറിയ രീതിക്ക് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരും. ഇത് കാണുന്ന മോയും, എടാ നിങ്ങൾ ഇത് കണ്ട, ഇവളെ സാധാരണക്കാരിയൊന്നുമല്ല, ഏതോ ഒരു ഡ്രഗ് ഡീലറിനെ പോലെയൊക്കെ തോന്നുന്നുണ്ട്, നമ്മൾ വെറുതെ ഇവളുടെ പുറകെ പോയി പണി വാങ്ങിച്ച് വെക്കണോന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഓമും, ആദ്യം ഒന്നും മിണ്ടാണ്ടിരിക്കും, അവിടെ എന്താ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് പ്രശ്നത്തിൽ ഇടപെടണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാന്ന് പറയും. ആ ടൈമിന് വിവിയുടെ അടുത്ത് ആ പയ്യന്മാര് ഇത്തിരി വൾഗറായിട്ടൊക്കെ സംസാരിച്ചോണ്ടിരിക്കാണ്. ഇത് കാണുമ്പോ ഓമാണെങ്കിലോ വലിയ കാര്യത്തിന് ചാടി, ആരാടാ നിങ്ങള്, പെൺകുട്ടികളെ മര്യാദക്ക് വഴി നടത്താൻ നിങ്ങൾ സമ്മതിക്കില്ലേന്ന് ഭയങ്കര വലിയ വായിലൊക്കെ ചോദിക്കും. അവരാണെങ്കിലോ ഒന്ന് ടെററായിട്ട് നോക്കുമ്പോ തന്നെ, അല്ല സാർ, പെൺകുട്ടികള് മര്യാദക്ക് പോയിക്കോട്ടെ, നിങ്ങൾ നല്ല ജെന്റിൽമാൻസ് അല്ലേ, അപ്പൊ നിങ്ങൾ അവർക്ക് വഴി വിട്ട് കൊടുക്കണ്ടേന്ന് ഗുണീതനായിട്ട് ചോദിക്കും. ഇത് കേൾക്കുമ്പോ 3 ഭ്രാന്ത് കയറും. ഇവനാണ് ആദ്യം ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, അതിനുശേഷം നമുക്ക് ഇവളുടെ അടുത്തേക്ക് വരാന്നും പറഞ്ഞ്
നേരെ നമ്മുടെ ഹോമിന്റെ അടുത്തേക്ക് ചെന്ന് ഓമിനെ തല്ലി നിലത്തിട്ട് നല്ല രീതിക്ക് ചവിട്ടി കൂട്ടാനായിട്ട് തുടങ്ങും. ഇതാണെങ്കിൽ മറഞ്ഞു നിന്ന് മൂന്നും കൂടി കാണുന്നുണ്ടല്ലോ. അപ്പൊ തന്നെ കിയോക്ക് രക്തമൊക്കെ അങ്ങോട്ട് തിളക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ ഫ്രണ്ടാണ് അവിടെ കിടന്ന് തല്ല് വാങ്ങി കൂട്ടുന്നത്. അങ്ങനെ അവരെ കൊണ്ട് തല്ലിക്കാൻ നിൽക്കണ്ട, നമ്മൾ പോയി രക്ഷിക്കണോന്നും പറഞ്ഞിട്ട് മുഖത്തുള്ള കർച്ചിഫൂരി ഇതുകൊണ്ട് തല്ലാന്നും പറഞ്ഞ് നിൽക്കും. അപ്പൊ തന്നെ പോയും ഞാനും വരാടാന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ചെറിയൊരു കമ്പ് എടുത്ത് മൂന്നും കൂടി അങ്ങോട്ടേക്ക് ഓടും. അതേ ടൈം വിവി ആണെങ്കിൽ ഹോമിനെ തല്ലുന്നത് കുറച്ചു നേരം കണ്ടുകൊണ്ട് നിൽക്കും. പിന്നെ പുള്ളിക്കാരുടെയും ക്ഷമ കെട്ട് അവരെല്ലാവരെയും അടിച്ചിടും. പക്ഷേ ഓമാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവരെന്തോ ഇപ്പോഴും തല്ലുവാണെന്നുള്ള രീതിയിൽ നിലത്ത് കിടന്ന് പെടഞ്ഞോണ്ടിരിക്കും. മതി മതി, പെടഞ്ഞതൊക്കെ മതി, വേണം കഴിഞ്ഞിട്ട് നോക്കെന്ന് പറയും. അപ്പൊ തന്നെ ഓമും തല പൊക്കി നോക്കും. അയ്യോ, നീ അപ്പൊ എല്ലാവരും അടിച്ചിട്ടാന്ന് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. ആ ടൈമിന് നമ്മുടെ ടീംസ് മൂന്നും കൂടി ഓടി വന്ന് വിവീനെ ലോക്ക് ചെയ്ത് നിർത്തും. നീയും നിന്റെ ഗ്യാങ്ങും കൂടി വന്ന് എന്റെ ഫ്രണ്ടിനെ കൊല്ലാന്ന് വിചാരിച്ചോ, ഞങ്ങൾ അതിന് സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബോയ് ആണെങ്കിൽ ഒരു കമ്പും കൊണ്ട് നിൽക്കും. ഇത് കാണുമ്പോ ഓമും നിങ്ങള് വിവിനെ വിട്, അവളാണ് എന്റെ ലൈഫ് സേവ് ചെയ്തെന്ന് പറയും. ആ ടൈമിന് ഇവളാന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കും. ആ ടൈമിന് നിരത്ത് കിടക്കുന്ന പയ്യന്മാരില് ഒരാൾ ചാടി കഴിഞ്ഞിട്ട് ഇവര് തല്ലാനായിട്ട് പോകും. അപ്പൊ തന്നെ വിവി ഓങ്ങിയ ഒരു അടി കൊടുത്തിട്ട് എല്ലാവരെയും നോക്കി ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഓടിക്കൊന്നും പറഞ്ഞ് വിവി ആദ്യം ഓടും. പിന്നെ പുറകെ നാലും കൂടി വെച്ച് പിടിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വിവി നമ്മുടെ ടീംസിനെ 4 കൂട്ടിക്കൊണ്ടു പോകും. അങ്ങനെ അവിടെ നിന്ന് ഒരു ഓയിൽമെന്റ് എടുത്ത് ഓമിന്റെ മുറിവിലൊക്കെ പെരട്ടി കൊടുക്കും. ഇത് കണ്ട് ഓമും താങ്ക്സ് ഒക്കെ പറയും. താങ്ക്സ് ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, നീ എന്നെ രക്ഷിക്കാൻ വന്നിട്ടല്ലേ നിനക്ക് ഈ മുറിവൊക്കെ പറ്റിയത്, അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് പറയും. എന്നാലും താങ്ക്സ് പറയേണ്ടത് എന്റെ കടമയല്ലേ, അതുകൊണ്ടാ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടി, നിനക്ക് ഞങ്ങളുടെ ഗ്യാങ്ങിലൊന്ന് ചേർന്നൂടെന്ന് ഞാൻ ചോദിക്കും. എന്തിനാ ഞാൻ ചേർന്നിട്ട്? നിങ്ങൾ സ്കൂളിൽ ഉണ്ടാക്കുന്ന ട്രബിളിന് ഞാനൊരു പരിഹാരം കണ്ടെത്തണം, അതിന് വേണ്ടിയിട്ടല്ലേ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയും. ആ ടൈമിന് 3 പേര് ആ വെയർ ഹൗസ് ചുറ്റി കാണുവാണ്. അതിനിടയിൽ വിവി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മരത്തടി കൊണ്ടുള്ള ഒരു സാധനം ഉണ്ട്. അത് കാണുമ്പോ ഇതെന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത്? ഇനി വിവി ബോക്സിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? ഈ കമ്പില് കിടന്നുറങ്ങുവോ വിവി എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ കിയോ, അങ്ങനെയൊന്നും അല്ലടാ, ഇതേ ഇവള് പ്രാക്ടീസ് ചെയ്യുന്ന സാധനമാണ്, പക്ഷെ നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ദേ ഇതിന്റെ ഇടയ്ക്ക് പോയിട്ട് ദേ ഇങ്ങനെ നിക്കണമെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയിലേക്ക് പോയി കിയോ നിന്ന് കാണിക്കും. അപ്പൊ തന്നെ വിവിയും അങ്ങനെയൊന്നുമല്ല, നീ മാറെന്നും പറഞ്ഞ് കിയോനെ മാറ്റിയിട്ട് എങ്ങനെയാണ് അതില് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ള രീതി ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇത് കാണുമ്പോൾ 4 ഒന്ന് ഷോക്കാകും. എന്തായാലും നിന്റെ കയ്യില് ഒരുപാട് സ്കിൽസ് ഒക്കെ ഉണ്ട്, ഇത് നീ എങ്ങനെയാ പഠിച്ചെടുത്തത്? നിനക്കൊരു മാസ്റ്റർ കാണുമല്ലോ, അതാരായിരിക്കും എന്നും പറഞ്ഞിട്ട് കിയോ മൊത്തം ചുറ്റി നോക്കും. ആ ടൈമിന് ഒരാളുടെ ഫോട്ടോ കണ്ടിട്ട് കണ്ട് ഞാൻ ഇവളുടെ മാസ്റ്ററിനെ കണ്ട്, ദേ ഇതല്ലേ എന്നും പറഞ്ഞ് ആ ഫോട്ടോ ചൂണ്ടി കാണിച്ചു കൊടുക്കും. അപ്പൊ തന്നെ വിവിയും ഇത് എന്റെ ഗ്രാൻഡ് പേ ആണെന്ന് പറയും. ഓ ഗ്രാൻഡ് പേയോ, സോറി ഞങ്ങളെ തെറ്റിദ്ധരിച്ചതാണെന്ന് പറഞ്ഞിട്ട് ബോയ് കൈയൊക്കെ കൂപ്പി സോറിയൊക്കെ പറയും. അപ്പൊ തന്നെ വിവി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല എന്റെ ഗ്രാൻഡ് പാ, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അതുമല്ലാണ്ട് എന്നെ ഈ മാർഷൽ ആർട്സ് ഒക്കെ പഠിപ്പിച്ചത് എന്റെ ഗ്രാൻഡ് പേ ആണെന്ന് പറഞ്ഞിട്ട് ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഗ്രാൻഡ് പ ഇവൾക്ക് കുഞ്ഞിലെ മുതല് ഇതിന്റെ ഓരോ കാര്യങ്ങള് പഠിപ്പിച്ചു കൊടുക്കുന്നതും ഗ്രാൻഡ് പ മരിച്ചതിന് ശേഷം അങ്ങോട്ടേക്കാരും പ്രാക്ടീസ് ചെയ്യാൻ വരാത്തതും എല്ലാ കാര്യങ്ങളും ഇവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ തന്നെ ഓമും, അല്ല അതിനുശേഷം കുറച്ചു പേരെ ഇങ്ങോട്ടേക്ക് നിനക്ക് കൂട്ടിക്കൊണ്ടു വരാൻ പാടില്ലായിരുന്നോ? ഇവിടെ വെച്ച് നിനക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കായിരുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പൊ തന്നെ വിവി വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് എന്റെ ബോയ് ഫ്രണ്ടിനെ ഒരു തവണ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാണ്. പക്ഷെ അവൻ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ട് പേടിച്ചോടിപ്പോയി. അതിനുശേഷം ഞാൻ ആരെയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ കിയോ, വിവി നിന്റെ സ്റ്റോറി ഉണ്ടല്ലോ സൂപ്പർ ആയിട്ടുണ്ട്, ഒന്നും പറയാനില്ല, എനിക്ക് ചിരിയാ വരുന്നതെന്നും പറഞ്ഞിട്ട് മൂന്നും കൂടി അവിടെ കിടന്ന് വല്ലാത്ത രീതിയിൽ ചിരിക്കാനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോ തന്നെ വിവിക്ക് ഭയങ്കര ടെൻഷൻ ആകും. എന്താടാ എന്റെ സ്ഥലത്ത് കയറി വന്ന് നീ എന്നെ തന്നെ കളിയാക്കുന്നോന്നും പറഞ്ഞിട്ട് 3 തല്ലാനായിട്ട് പോകും. ഓടി ഓമ് ഇടക്ക് കയറും. പ്ലീസ് വിവി, ഞങ്ങളെ ഒന്ന് മനസ്സിലാക്ക്, ബാങ്കോക്കിലേക്ക് വന്നത് പോലും ഹാപ്പി ആയിട്ട് ഇവിടെ പഠിച്ച് ജീവിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇവിടത്തെ സിറ്റുവേഷൻ ഞങ്ങൾ ചിന്തിച്ചതുപോലെയല്ല, എല്ലാം തകിടം മറിഞ്ഞ് കിടക്കുവാണ്. അതുകൊണ്ട് നിന്റെ ഹെൽപ്പ് ഞങ്ങൾക്ക് വേണം. പ്ലീസ് വിവി, നീ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമോ എന്ന് ചോദിക്കും. ഇത് കേട്ടിട്ട് വിവിക്ക് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല. നിങ്ങൾ ഓരോ ട്രബിൾസ് ഉണ്ടാക്കും, ഞാൻ അതിന്റെ ഇടക്ക് കയറി വരണ്ടേ? പ്ലീസ്, ഞാനില്ല എന്ന് പറയും. അപ്പൊ തന്നെ പോയും, പ്ലീസ് വിവി ഞങ്ങളുടെ കൂടെ നീ ജോയിൻ ചെയ്യും, പ്ലീസ്, ഞങ്ങൾക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് വേണം, പീസ്ഫുൾ ആയിട്ട് ജീവിക്കണം, അതിനു വേണ്ടിയിട്ടാണ് വിവി, പ്ലീസ് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമെന്നും പറഞ്ഞിട്ട് വല്ലാണ്ട് കാലൊക്കെ പിടിച്ച് 4 കൂടി കെഞ്ചാനായിട്ട് തുടങ്ങും. ഇതിന്റെ ഇടയിൽ വിവിക്ക് വേറൊന്നും പറയാനും പറ്റുന്നില്ല. ഓക്കെ, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ 4 ഭയങ്കര ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടാനായിട്ട് തുടങ്ങും.
അതിനിടയിൽ നമ്മുടെ വിവിനെയും കൂടി പിടിച്ചിട്ട് നാലും കൂടി ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. വിവിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല, ഇവര് ഭ്രാന്തന്മാരാണോ അല്ലെങ്കിൽ ഭ്രാന്തന്മാരെ പോലെ അഭിനയിക്കുവാണോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട് വിവി ഭയങ്കര ഷോക്കായിട്ടിരിക്കുകയാണ്. ഇപ്പോ ഇവരുടെ ഗ്യാങ്ങിലേക്ക് വിവിയും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത് വരാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും, ഇവരഞ്ചുപേരും കൂടി എങ്ങനെ സർവൈവ് ചെയ്യും, എന്തായാലും ഇനി വരാൻ പോകുന്ന പാർട്ടിലൂടെ നമുക്കത് മനസ്സിലാക്കാം. നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനല് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.